ഈ ദുർഘട സന്ധിയിൽ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഇതൊരു തീർത്തും അപ്രതീക്ഷിതമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. 2023 ഈ സ്ഥലത്ത് വലിയ തോതിലൊരു മണ്ണിടിച്ചിലുണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ നല്ല പഠനം നടത്തിയെന്ന് തന്നെയാണ് അവർ അവകാശപ്പെടുന്നത്. അവരുടെ അവകാശവാദപ്രകാരം അതിനുള്ള പരിഹാര നടപടികളും അവർ സ്വീകരിച്ചു. പക്ഷേ ഇപ്പോൾ 3 വർഷമാകുമ്പോഴേക്കും പൂർണ്ണമായിട്ട് മണ്ണങ്ങ് അമർന്നു പോയിരിക്കുകയാണ്. നേരത്തെ ഉള്ളതുപോലെ ഇടിഞ്ഞ് ആകെ ഒഴുകിപ്പോകുന്ന അവസ്ഥയല്ല. മണ്ണ് നല്ല നിലക്ക് അടിയിലോട്ട് അമർന്നിരിക്കുകയാണ്. അതിൻ്റെ വിള്ളലും കാണാനുണ്ട്. അപ്പോൾ അതീവ ഗൗരവമായി നാഷണൽ ഹൈവേ എടുക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിൻ്റെ ഭൂപ്രകൃതി കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് നടപടികൾ സ്വീകരിക്കാനും നാഷണൽ ഹൈവേയുടെ ഡിസൈൻ വിഭാഗത്തിന് കഴിയുന്നില്ല എന്ന പരാതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് ഇവിടെയുള്ള കേരളത്തിലുള്ള നാട്ടുകാർക്ക് മാത്രമല്ല, പിന്നീട് നാഷണൽ ഹൈവേയുടെ ഉന്നത തലങ്ങളിൽ തന്നെ ബോധ്യമായ കാര്യമാണ്. നാഷണൽ ഹൈവേയുടെ ഉത്തരവാദിത്വം ചുമതല വഹിച്ച ശ്രീ ഗഡ്കരി തന്നെ ഡിസൈനിൽ പശു പറ്റിയെന്ന് അന്ന് സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞ കാര്യമാണ്. പക്ഷേ അത് ആവർത്തിക്കുന്നു എന്നാണ് ഈ സംഭവം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാഷണൽ ഹൈവേയുടെ അവർക്ക് എല്ലാ തരത്തിലുള്ള സാങ്കേതിക വിദ്യകളുമുണ്ട്. എന്നാൽ ആ സാങ്കേതിക വിദ്യ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനത്തിന് ഉപയോഗിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. അത്തരമൊരു പഠനം വിശദമായി നടത്താമെന്നവർ സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ചാർജ് വഹിക്കുന്ന അനിൽകുമാറുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ നീക്കാമെന്നും അവർ സമ്മതിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആ നടപടികൾ നീക്കണം എന്നാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനിയൊരു ദുരന്തം ഇവിടെയെന്നല്ല ഒരു സ്ഥലത്തും ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയോടെയുള്ള ഇടപെടൽ നാഷണൽ ഹൈവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു.